അനേകം ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ ഫലം ലഭിച്ച 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള അമല് ലക്ഷക്കണക്കിന് ആളുകളാണ് മുമ്പ് നാം ചെയ്ത ആ വീഡിയോ കണ്ടിട്ടുള്ളത്. 10,000 ആ അമലുകൾ ചെയ്തു. ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഫലം ലഭിക്കുകയും ചെയ്തു. ഓരോ ദിവസവും 100 കണക്കിന് ആളുകളാണ് ആ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് മെസ്സേജുകൾ വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഞൊടിയിടയിൽ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ആ വീഡിയോസിനെ, ആ ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് നാം പറയുന്നത്. 12,000 ബിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾക്ക് അതറിയാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത്, അതിന്റെ റൂൾ എന്താണ്, അതിന്റെ ഷുറൂത്തുകൾ, ഷർത്തുകൾ, കണ്ടീഷൻസുകൾ എന്താണ് എന്നൊക്കെ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ഈ ചാനലിന്റെ താഴെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പോയാൽ ഏത് ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരുപാട് അമലുകളുണ്ട്. സൂറത്തുൽ ഫത്ഹിന്റെ, യാ ലത്തീഫിന്റെ, സൂറത്തു യാസീനിന്റെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ കൊടുത്ത ഭാഗത്ത് 12,000 ബിസ്മിയുടെ അമലുകളുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ വീഡിയോ കണ്ടത് മനസ്സിലാക്കുക. അത് ചെയ്ത് ആ അമല് ചെയ്ത് എത്ര ആളുകൾക്കാണെന്നറിയോ അനുഭവം. ആ വീഡിയോ ഏകദേശം നമ്മൾ ഇതിൽ വീഡിയോ ഇടുന്ന ആ തുടക്കകാലത്തിട്ട വീഡിയോ ആണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും 100 കണക്കിന് മെസ്സേജുകൾ വരണമെങ്കിൽ അത്രമേൽ ഫലം നൽകുന്ന ഒരു അമലായതുകൊണ്ടാണ്. അതാ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിന് കൃത്യമായ റിസൾട്ട് ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ നമ്മൾ നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സംശയങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഏതെല്ലാം സമയങ്ങളിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അമല് ഇൻഷാ അല്ലാഹ് വിശ്വാസത്തോടു കൂടെ ചെയ്ത, ആ ബോധ്യത്തോടു കൂടെ ചെയ്ത, റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വഴിയാണിത്. ഞാൻ ഈ അമല് ചെയ്യുന്നതിലൂടെ അള്ളാഹു അതൊരു കാരണമാക്കി മാറ്റിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്ന നിയത്തോടു കൂടെ ചെയ്ത ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ അവരുടെ സ്ഥലമൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നിലക്കും അവരുടെ കടം വീടി കിട്ടും എന്നവർക്ക് പ്രതീക്ഷയില്ല. നിരാശയോടുകൂടെ കഴിയുകയാണ്. അതിനൊരു ഒരു ഡോർ പോലും അതിന് കാണുന്നില്ല. എവിടെയാണ് മുട്ടേണ്ടത്, എവിടെ നിന്നാണ് തുറക്കപ്പെടുക എന്നുള്ളതൊന്നും അവർക്ക് അറിയുന്നില്ല. അങ്ങനെയാണ് നമ്മളുടെ വീഡിയോ അവർ കാണുന്നത്. ഈ വീഡിയോ കണ്ടവര് 12,000 ബിസ്മിയുടെ അമലുകൾ ചെയ്തു. അങ്ങനെ അമലുകൾ ചെയ്തു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് അവർ ആ പ്രതീക്ഷയിലാണ്. അമല് ചെയ്തതിന്റെ ശേഷം, അത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അമല് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ശുഭാപ്തിയോടുകൂടെയാണ് നിൽക്കേണ്ടത്. അവർ ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ട്, അള്ളാഹു എനിക്കൊരു വഴി തുറന്നു തരും എന്ന പ്രതീക്ഷയിലാണ് അവരിങ്ങനെ നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ്, അവർ നമ്മെ സന്തോഷ വാർത്ത വിളിച്ചറിയിച്ചു. അവർക്ക് ഒരാള് ആ ബാങ്കിലുണ്ടായിരുന്ന ലോൺ മുഴുവനും വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടുള്ള വിവരം. ഞാനതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ അടുത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കുടുംബം, അവര് വിസിറ്റിംഗ് വിസയിലെ മറ്റോ ആണെന്ന് തോന്നുന്നു. അവരുടെ അതിന്റെ കാലാവധി കഴിയാനായി അവര് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ഒരു ജോബ് സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ആ കുടുംബം നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെയോ ഇതിന്റെ അപ്ഡേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ ഒരു അമല് അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തു. കുറെ കാലതാമസം ഉണ്ടായില്ല. ഇത് ചെയ്യുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് കൃത്യമായി അറിയുന്നത് ഏതാണ്, എന്താണ്, എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് കൃത്യമായി അതറിയുന്നതും അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ടൈം അറിയുന്നതും അത് ജഗന്നിയന്താവാകുന്ന റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകും. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം അതിന് വേണം. ശ്രമം വേണമെന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു മനസ്സാദ്യം വേണം. ആ മനസ്സോടുകൂടെ നമ്മൾ പറയുന്ന രൂപത്തിൽ വളരെ പ്രതീക്ഷയോടെ, വളരെ ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടുകൂടെ ഈ 12,000 ബിസ്മിയുടെ അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ 1, 2, 3 തവണ ഒന്ന് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും. ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരല്ലേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്,
ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര് അല്ലെ, ഓരോ കടങ്ങളുടെ എത്ര കടബാധ്യതയുണ്ടെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതെങ്ങനെ വീടിക്കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. കാരണം അത്രമേൽ കടത്തിന്റെ സംഖ്യ ഭീമമായ സംഖ്യയാണ്, ഭീമമായ തുകയാണ് അവർക്ക് കടം. 60 ലക്ഷം കടമുള്ളവര്, 1 കോടിയും 20 ലക്ഷവും കടമുള്ളവര്, 3 കോടി കടമുള്ളവര്, ഇങ്ങനെ തലക്കുമീതെ താങ്ങാനാകാത്ത കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര് റബ്ബ് നമുക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ അമലുകൾ ചെയ്യാം, നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അള്ളാഹുവിന് റബ്ബ് ചോദിച്ചാൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. ആ റബ്ബിന് നമുക്ക് കടം വീട്ടിത്തരാനുള്ള ഒരു വാതായനം, ഒരു ഡോർ തുറന്നു തരാനുള്ള ഒരു സബബ്, ഒരു കാരണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആ കാരണമായിട്ട് നിങ്ങൾ ഈ അമല് കരുതിയിട്ട് നല്ല നിയ്യത്തോടുകൂടെ ചെയ്താൽ മതി. വർഷങ്ങളായി അന്വേഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ ഈ അമല് ചെയ്തിട്ട് തന്നെ വളരെ പെട്ടെന്ന് വിവാഹം ശരിയായ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ പറയാവുന്നതിലും അപ്പുറം അനുഭവങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നിയ്യത്തോടുകൂടെ എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ഞാനിതായി അമല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പോലെ കൃത്യമായി അതിൻ്റെ റൂൾ അനുസരിച്ച് അതിൻ്റെ ശുറൂത്തുകൾ പാലിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലൊരു വഴി തുറന്നു തരും. ആ പ്രതീക്ഷയോടുകൂടെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീടും പുരയിടവും സ്ഥലവും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചവര്, നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വാടകയ്ക്ക് നല്ലൊരാള് വരാൻ വേണ്ടിയിട്ട്, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നീറുന്ന വ്യതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയം ഓരോ ദിവസവും നാം കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലാഹുവല്ലേ എല്ലാം നൽകുന്നത്. കോടീശ്വരന്മാരെ കോടീശ്വരനാക്കിയത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം ഞൊടിയിടയിൽ അങ്ങനെ മുളച്ചു വന്നതല്ല, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത്, ആ നൽകുന്നതാണ്. അല്ലാഹുവാണ് എല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഖൽബ് തിരിക്കുക എന്നുള്ളതാണ്. ഹൃദയം റബ്ബിന്റെ ഭാഗത്തേക്ക് ഒരു നിമിഷമെങ്കിലും തിരിക്കാൻ വേണ്ടി തയ്യാറാകുക. അങ്ങനെ തയ്യാറാകുമ്പോൾ അല്ലാഹു നമ്മെ പരിഗണിക്കും എന്നുള്ളതാണ്. ആ പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അമലുകളാണ് നാം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ വീണ്ടും ഇത് പറയാൻ കാരണം, ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് 12,000 ബിസ്മിയുടെ അമല്, എന്താണ് 12,000 ബിസ്മിയുടെ അമല്? പലരും ചോദിക്കുന്നുണ്ട്. പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകില്ല. അവർ ഈ വീഡിയോ ശ്രദ്ധിക്കുമെന്ന് കരുതിയിട്ട് എല്ലാവർക്കും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ ഈ വീഡിയോ അവർ കാണുമ്പോൾ അവര് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ചാനലിൽ പോയി നോക്കിയാൽ ഏതാവശ്യങ്ങളും നിറവേറാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമലുകൾ കാണാം. അതിന്റെ കൂട്ടത്തിൽ 12,000 ബിസ്മിയുടെ അമലുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഭാഗമുണ്ട്. അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ശിഷ്ടകാലം അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കാനുള്ള വലിയ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അതാണ് നമ്മുടെയൊക്കെ നാം ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോഴും ഇത്തരം അറിവുകൾ, അമലുകൾ പരസ്പരം നാം മനസ്സിലാക്കുമ്പോഴൊക്കെ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമയം ചെലവഴിക്കുന്നതുകൊണ്ടൊക്കെ ഇത് കേൾക്കുന്ന ആയിരങ്ങളുണ്ട്. ആ ആയിരങ്ങൾ, 10,000 ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മാറ്റത്തിന്റെ അലയൊലികൾ സൃഷ്ടിക്കാൻ ഈ വാക്കുകൾ കൊണ്ട് സാധ്യമാകുമെങ്കിൽ, നമ്മൾ ഈ സമയം ചെലവഴിച്ചത്, നിങ്ങൾ ഈ കേട്ടത്, സമയം ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല സമയം ചെലവഴിക്കുന്നത്. ഞാൻ മാത്രമാണോ സമയം ചെലവഴിക്കുന്നത്? ഞാൻ ഇവിടുന്ന് സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് കേൾക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നീ നിന്റെ യുവത്വം, നിന്റെ ടൈം നീ എന്തിൽ ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ആധുനിക മീഡിയകൾ ഉപയോഗിച്ച് ഹറാമിന്റെ ഒരുപാട് അവസരങ്ങൾ വിരൽത്തുമ്പുകളിൽ തുറക്കപ്പെടുമ്പോഴും അതിലേക്കൊന്നും നമ്മുടെ കണ്ണുകളെ, കാതുകളെ പായിപ്പിക്കാതെ ദീനിന് വേണ്ടി, അല്ലെ, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് ഈ സമയം അനുകൂലമായി കിട്ടും.
അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് വരുന്നതിന് വേണ്ടിയും മറ്റൊരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിരവധി ഫോൺ കോളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഫോണിൽ ഞാൻ അതിനുവേണ്ടി ഒരു ഫോൺ അങ്ങ് മാറ്റിവെച്ചിരിക്കുക. ഇപ്പോഴും ഈ ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ ഏകദേശം 4 ഫോൺ കോളുകളെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എത്ര ഫോൺ കോളുകൾ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമുക്ക് എല്ലാ കോളുകളും എടുക്കാൻ പറ്റൂല. ഫ്രീ സമയമുള്ള സമയത്തും അതേപോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെക്കുന്ന സമയത്തൊക്കെ എടുക്കാൻ പറ്റും. ഈ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ അറിയിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫോൺ അധികം എടുക്കാത്തതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ളത് എന്നുള്ള ഡേറ്റ് ഇൻഷാ അല്ലാഹ് നമ്മളത് ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിലും വാട്സാപ്പിന്റെ സ്റ്റാറ്റസിലൊക്കെ അറിയിക്കും. അതുവഴി നിങ്ങൾ മനസ്സിലാക്കുക. വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് നമ്പർ ഇവിടെ സേവ് ചെയ്ത് വെച്ചവരുടേത് മാത്രമല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിൽ നിങ്ങൾ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക്. അതിൽ പോയി നോക്കിയാൽ ഇൻഷാ അല്ലാഹ് സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്നാണ് ഇനി നേരിട്ട് വരാനുള്ള ഡേറ്റ് ഉള്ളത് എന്ന് അതിൽ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ശിഫാ നൽകട്ടെ. കടങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വീട്ടി തരട്ടെ. വിവാഹം ശരിയാകാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ അനുയോജ്യരായ ഇണകൾ അല്ലാഹു നൽകട്ടെ. ഒരുപാട് ക്യാൻസർ എന്ന മഹാമാരി ശരീരത്തെ കാർന്നു തിന്ന് വേദനയോടെ ജീവിക്കുന്ന എത്രയോ ഉമ്മമാര് ഉപ്പമാര് ഈ വിനീതനോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ശിഫാ നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ അതിന്റെ റിയാള കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് വീട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട റിയാദകൾ വീട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അപ്പൊ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നതിന് വേണ്ടിയും രാത്രി ചൊല്ലുന്നതിന് വേണ്ടിയും നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ടുള്ള മജ്ലിസ് ഉണ്ട്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കണല്ലേ. യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അള്ളാഹുവിനെ വിളിക്കണം. ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് കരുതിയിട്ടാണ് ഓരോരുത്തരും വിളിക്കാറുള്ളതല്ലേ. അങ്ങനെ നിയ്യത്ത് കരുതി വിളിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയ്യത്തുകൾ പൂർത്തീകരിക്കാൻ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ ബുക്രത്തും വഅശിയ, രാവിലെയും വൈകുന്നേരവും അദ്കാറുകൾക്ക്, അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ എന്ന് പറഞ്ഞിട്ട് സൂഫിയാക്കള് മഹാന്മാരൊക്കെ ചില ദിക്റുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതെന്താ? അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുക്കുക. സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഈ മജ്ലിസ് തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ അന്നു മുതൽ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഈ നിമിഷം വരെ പങ്കെടുക്കുന്ന ഓരോരുത്തരുമുണ്ട്. അന്നു മുതൽ അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കാത്തവരുണ്ട്. മജ്ലിസ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ പങ്കെടുത്തതിനിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരുണ്ട്. ഈ അടുത്തായി മരണപ്പെട്ടവരുണ്ട്. മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. എനിക്കറിയാം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജില്ലയാണെന്ന് ഞാൻ ഓർക്കുന്നു. ഒരു അഹ്സനി ഉസ്താദ്, ആ അഹ്സനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ ഖബർ സ്വർഗാക്കട്ടെ. അവർ നമ്മുടെ മജ്ലിസിലേക്ക് സ്വതക്ക അയക്കുന്നവരാണ്. അഹ്സനി ഉസ്താദ് നമ്മുടെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയവരാണ്. അതേപോലെ തന്നെ 12,000 ബിസ്മിയുടെ അമല് ചെയ്തവരാണ്. ഞാൻ ഈ ചാനലിൽ എന്ത് അമല് പറയുന്നോ ആ ഹസനി ഉസ്താദ് ചെയ്യും. അങ്ങനെ എന്നോട് പ്രത്യേകം അനുമതി സമ്മതം ചോദിച്ച് തന്നെ അവർ ചെയ്യുന്ന ഒരു പാവം ആലിമാണ്, സാധുവായ ഒരു ആലിമ്.
അല്ലാഹുവേ അവർക്ക് നീ നല്ല റാഹത്ത് സന്തോഷം നീ അവരുടെ ജീവിതത്തിൽ നൽകണം അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ, നീ വിശാലമാക്കണം അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിനിടക്ക് മരണപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെയുള്ള പ്രതീക്ഷ നമ്മൾ ഇതിൽ ദുആ ചെയ്യുമ്പോൾ 10,000 ലക്ഷങ്ങൾ ആമീൻ പറയുമ്പോൾ ആ ആമീനിലൂടെ അവർക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും, അവരുടെ ഇരുലോകം വിജയിക്കാൻ കാരണമാകും. അല്ലാഹുവേ എല്ലാവരും നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്, നീ ഉൾപ്പെടുത്തണം റഹ്മാൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.